സർഗവേദികളെ സ്വർഗഭൂമികളെ യവനികഞ്ഞൊറിയുകയാ ജീവിതം. അയ്യോ അതെനിക്ക് മേക്കപ്പ് കഴുകി കളയാനുള്ളതാ. എനിക്കും കഴുകാനുള്ള. ആഹാ ഇതെന്നാടോ ഇത്? എടാ ഒന്നുമില്ല, ഞാൻ ഈ ബാല ട്രൂപ്പിന്റെ ഓണർ അല്ലേ? എടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങള് കമ്മറ്റിക്കാര് ബാലയോടങ്ങായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്. നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? ഇപ്പൊ തീരോടുന്നില്ല. ഇതൊക്കെ ഒന്നും മേത്തോട് വലിച്ചു കേട്ടു. ഇപ്പൊ തീരുന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഈ ട്രൂപ്പിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. കർട്ടൻ കെട്ടണം, ലൈറ്റ് കെട്ടണം, സ്റ്റേജ് കെട്ടണം, നാടകം അടിയണം, അമ്മേനെ കെട്ടണം. ഇതെല്ലാം നിങ്ങൾ തന്നെ അടിയാൻ പറ്റുന്ന മുത്ത് എന്താ മുത്ത്? എന്ത് മുത്ത്? എന്താ എന്റെ മുത്ത് ചിപ്പി എന്തേന്ന്? ഓ ഈ സമയത്ത് അത് വായിക്കാൻ പോലെ സമയമില്ല. ആ പെട്ടിക്കകത്ത് കിടക്കണം, ലൈറ്റ് പെട്ടിക്കകത്ത്. പോട്ടെ. പിന്നെ എടാ ഈ ബാലയിലെ നായകൻ ഉടച്ചനാടി ചന്ദ്രൻ, അവൻ വന്നാലേ ഈ ബാലയ്ക്ക് ഒരു കളം പിടിക്കാൻ പറ്റും. ചന്ദ്രാണനാണോ? ചന്ദ്രാണൻ ഇവിടെ ഇരുന്ന ബക്കറ്റും എടുത്തോണ്ട് വെള്ളമായിട്ട് ആ പറമ്പിലോട്ട് പിടി വലിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയാവാ? അവൻ ഈ പരിപാടിക്ക് മുമ്പ് രണ്ടര അടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷെ അടിച്ചു കഴിഞ്ഞാലും തട്ടയിലവൻ കാലന. മനസ്സിലായി? വർത്താനം പറഞ്ഞിരിക്കണ്ട. എന്റെ ചിട്ടിക്കാശ് കുറിവീണത് തന്നിട്ടില്ല. ഈ ചിട്ടിയുടെ അവിടെ ഇവനാണ് കേട്ടോ, ഞാനല്ല. എന്നെ ചിട്ടിക്കാശ് തന്നോട്ടോ. ഇന്നത്തെ പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടെ, പൈസ തന്നേക്കാം. കിടന്ന അലറല്ലേ? നിങ്ങൾക്കൊക്കെ കിട്ടിയായിരുന്നല്ലോ ചിട്ടിക്കാശ്, എനിക്ക് മാത്രമല്ലേ തരാത്തുള്ളൂ. കമ്മറ്റിക്കാര് പ്രശ്നം ഉണ്ടാക്കും. ഞാൻ പ്രിയ സുഹൃത്തുക്കളെ, കൂത്താട്ടുകുളം വിശ്വകലാ സമിതിയുടെ 26ാമത് നൃത്തനൃത്യം ബാലെ ആരംഭിക്കുന്നു. രാജാവിന്റെ കൊമ്പുവിളി. മാട്ട പേരല്ല, വല്ലപ്പോഴും കിട്ടണ ബാലയല്ലേ? ഇങ്ങനെ ഭാ, എന്താ ഇത്? എന്റെ ചന്ദ്ര, നീ ഇത് എവിടെയായിരുന്നു? വയറ് തീരെ സുഖമില്ല, വയറ്റിലൊരു ജിംബ്ലാസം, ആകപ്പാട് പ്രശ്നമാകുന്നോ. ഈ കമ്മിറ്റി ഇവിടെ വന്നിട്ട് എന്താ കഴിച്ചത്? ഞാൻ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. 16 പൊറോട്ടയും ഒരു ബക്കറ്റ് സാമ്പാർ തീർത്തിട്ടാവാൻ നിൽക്കണം. നാടകത്തിലെ ഡയലോഗ് കൃത്യമായിട്ട് പറയണേ നീ. അതിന് കാര്യം പറയാനുണ്ട്. ഞാൻ ഒരു 3 നിബന്ധന അങ്ങ് വെക്കാൻ പോവാ. കട്ടിയുള്ള ഡയലോഗ് ഞാൻ പറയത്തില്ല, ശ്വാസം പിടിച്ച് ഞാൻ നിക്കത്തില്ല, പിന്നെ ദന്തയുദ്ധവും വാൾപ്ലേറ്റും ഞാൻ ചെയ്യത്തില്ല. ഇത് 3 വലിയ കട്ടിയുള്ളതാണ്, ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ബാലെ വിജയിക്കണ്ടേ? ഈ ബാലയുടെ ഓണറല്ലേ ഞാൻ. ഞാനൊരു കാര്യം പറയട്ടെ, അവന്റെ അവസ്ഥ മനസ്സിലാക്കാം. അവന്റെ വയറിന് സുഖമല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. നീ ഒരു കാര്യം ചെയ്യും, അടക്കെ പിടിച്ച് ചെയ്യാവോ? ഒന്ന് ഒതുക്കി പറയാവോ? എന്റെ ചന്ദ്രൻ ആറ്റ് നോറ്റ് കിട്ടിയ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. നിങ്ങളൊന്ന് ഒതുക്കി പിടിച്ച് ചെയ്യണ്ട. നിങ്ങൾ കൊള്ളാക്കുവോ ഇത്? അപ്പൊ ചെയ്തോളൂ. നിങ്ങൾ ഈ ഫീൽഡ് ഒന്ന് ക്ലിയർ ആയി. അതെ, നിങ്ങൾ മാറി എല്ലാവരും ഒന്ന് ഫീൽഡ് ക്ലിയർ ചെയ്യും. ഞാൻ അനൗൺസ്മെന്റ് ഒരു മിനിറ്റ്. മൈക്ക് ടെസ്റ്റ്. ഈശ്വര മാറ്റടക്കം. ഹലോ 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 റെഡിയാണോ? റെഡിയാണോ? പ്രിയമുള്ളവരെ, ബാലെ ആരംഭിക്കുകയാണ്. ബാലെ ആരംഭിക്കുന്നതിന് മുമ്പായി ഈ സ്റ്റേജിന് മുകളിലുള്ള എല്ലാ വൈദ്യുതീപങ്ങളും മനസ്സിലെന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനെ ഒരു സിനിമ അഭ്യർത്ഥിക്കുകയാണ്. അതെ അതെ, ഒരു കാര്യം, ആ പുറകിലത്തെ സ്റ്റേജിന്റെ പുറകിൽ കെട്ടിയേക്കണ തെങ്ങില്ലേ, അതേ കെട്ടിയേക്കണ ട്യൂബ് കെടുത്തരുന്ന് പറയണം. ഞാൻ അവിടെ ഒരു ബക്കറ്റ് വെള്ളവും കപ്പും കൊണ്ട വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ബാലയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് വെള്ളം അടിച്ചിട്ട് കിടക്കാനാണ് പരിപാടിക്ക് ഞാൻ എന്റെ പാട്ടിന് പോകും. വെള്ളം അടിക്കാനല്ലെന്ന് പിന്നെ പറഞ്ഞു കൊടുറോ. അല്ല, അവന് വയറിന് സുഖമല്ലോ, അതിനു വേണ്ടി വെള്ളം വെച്ചേക്ക് വന്ന അവിടെ ആ ലൈറ്റ് മാത്രം കെടുത്തണ്ടോ പറയണം. അഡ്ജസ്റ്റ് കളിക്കണേ. പ്രിയമുള്ളവരെ, ബാലെ ആരംഭിക്കുന്നു. രാജാവിന്റെ കൊമ്പുവിളി. ബെല്ല് കേടായിട്ട് ബെല്ലെടുത്തില്ലേ? മാറ്. ആരവിടെ? മന്ത്രിമുഖ്യനോട് വരാൻ പറയൂ. രാജൻ, വണക്കം. എങ്ങനെയുണ്ട്? തരക്കേടില്ല, പ്രശ്നമാണ്. വച്ച് കീച്ചിക്കോ. ആരവിടെ? രാജഗുരു എവിടെ? പറഞ്ഞു തീർന്നില്ല. രാജഗുരു ഇതാ എഴുന്നള്ളുന്നു. വന്ദനം രാജഗുരു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം പ്രണാമം രാജാവാൻ മന്ത്രി. എന്നത്തെ പോലെ ഇന്നയും നൃത്തകൃത്യങ്ങൾ ആരംഭിക്കട്ടെ. ചിലമ്പണിയും കലയാണ് ഞാൻ. പാലാഴി കടഞ്ഞെടുത്ത
ആ നർത്തകിക്ക് തന്നെ ആ പണം കൊടുത്തുകൂടായിരുന്നോ? നാളെയും നൃത്തമില്ലേ, പ്ലാവല പറക്കി കൊടുത്താൽ മതിയോ? പൈസ വേണ്ടേ? ചുമ്മാ അങ്ങ് പറയുവാ. രാജഗുരു, എന്തോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അങ്ങേക്ക്? പിന്നെ അറിയില്ലേ, നമ്മുടെ കുമാരി കുമാരിയെ വിളിക്കൂ. മോളെ ഭാനുമതി, ഭാനുമതി. പിതാശ്രീ പാല്. പാലോ? അതെന്തിന്? അല്ല, പാല് മതി എന്ന് പറഞ്ഞു. അയ്യോ, ഭാനുമതി എന്നല്ല, ഭാനുമതി എന്നാണ് വിളിച്ചത്. കുമാരി, ഒന്ന് ഓർക്കുക, ഈ അവസരത്തിൽ രാജാവിന് ഏറ്റവും ഉത്തമം നല്ല കടുപ്പമുള്ള കട്ടൻ ചാല ഈ നാരക പിടിഞ്ഞു കൊടുക്കുന്നതാണ് ഉത്തമം. ബലേബേഷ്, ബലേബേഷ്. ആ നിൽക്കവിടെ. രാജഗുരു, കുമാരി, കുമാരിയുടെ കായികാഭ്യാസങ്ങളും ആയോധന കലകളും എല്ലാം നാം കണ്ടിട്ടുണ്ട്. എങ്ങനെ രാജഗുരു? കുമാരി നീരാട്ടിന് പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. കുളിച്ച് നോക്കിയല്ലടാ? അല്ലല്ല, ഈ നീന്തുമ്പോഴുള്ള ആയോധന കല ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ അടുത്തിടയ്ക്കാണല്ലോ ഞാൻ ഈ കൊട്ടാരത്തിൽ ചാർജ് എടുത്തത്. പക്ഷെ കുമാരിയുടെ നൃത്തത്തിലുള്ള കഴിവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടു. പക്ഷേ നാം ഇതുവരെ കണ്ടില്ല. രാജാവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. ഉഗ്രമാണ് എന്റെ മോളുടെ നൃത്തം. ഉഗ്രം. എന്നാൽ നമുക്ക് കാണാം. തുടങ്ങട്ടെ പിതാശ്രീ? കിം 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 വരാത്തതെന്ത് മേ 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 1 2 3 4 കിം 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 ഓം തട്ടിക്കിണ മേ 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 ബലേബേഷ്, ബലേബേഷ്. ആ, ബ്ലേബേഷ്, ബ്ലേബേഷ്. ബ്ലബേഷ് എന്നല്ല, ബലേബേഷ്. ബലത്തിൽ പറയാൻ പറ്റിയല്ല, അതുകൊണ്ടാ. ഓക്കെ. രാജൻ കുമാരിയുടെ നൃത്തം കണ്ട് സന്തോഷത്തിൽ ഒന്ന് ആറാടിയല്ലേ? അതെ, ഞാൻ പോയി ഒന്ന് നീരാടി. മഹാഗുരു, ഇനി എന്താണ് ഈ ചടങ്ങിനോടനുബന്ധിച്ച് നമ്മുടെ കൊട്ടാരത്തിൽ നടക്കാനുള്ളത്? ഒരു കുമാരിയുടെ സ്വയംവര പ്രഖ്യാപനമാണ് നടത്താനുള്ളത്. ഓഹോ, ആ, അത് രാജൻ തന്നെ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഈ പ്രജകളുടെ ആവശ്യം. അതിലെന്താ, ആയിക്കോട്ടെ. മഹാരാജൻ, ഭീംവത്സ്യ രാജ്യത്തെ മഹിഷ്ഠകുമാരനുമായുള്ള സ്വയംവരം കുംഭം 9 നടത്തുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് അങ്ങ് പറയേണ്ടത്. പ്രജകളോട് പറയൂ മഹാരാജൻ. പറയൂ പിതാശ്രീ. അല്ല, കുമാരിയുടെ കല്യാണക്കാരുമാണ്, അതുകൊണ്ടാണ്. ചതിയായി പോയിട്ടോ. ഭീംവത്സ്യ രാജ്യത്തെ പള്ളുരുത്തി രാജ്യത്തെ മഹിഷ്ഠകുമാരനുമായുള്ള സ്വയംവരം കുമാരസുഖമായിട്ടുള്ള കല്യാണം കുംഭം 9 നടത്തുവാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. ജനുവരി 26-ാം തീയതി ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. രാജൻ, ചിമ്പിളാസ രാജൻ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റി പ്രജകളോട് സമാധാനം പറയേണ്ടി വരും. എന്താ? അല്ല, ചൊളയണ്ണി മേടിക്കാൻ പോകുമ്പോ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞ മഹാരാജൻ, ഇത് ഉറക്കെ വായിക്കണം. തന്നെയുമല്ല, കാലങ്ങളായി തലമുറകളായി കൈമാറി വരുന്ന നമ്മുടെ പ്രാചീനമായ കൊമ്പ് 8 ദിക്കുമാറും കേൾക്കുമാർ ഉച്ചത്തിൽ കൂകി വലിച്ച് അങ്ങ് പറയണം. ഈ പ്രജകളോട് അനുവാദം വാങ്ങണം, അനുഗ്രഹം വാങ്ങണം. എന്നാലേ ഈ ചടങ്ങ് പൂർത്തിയാകുകയുള്ളൂ. കുമാരി, കൊമ്പെടുത്ത് കൊണ്ടുവരൂ. കൊമ്പെടുത്ത് കൊണ്ടുവരൂ കുമാരി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ് നമ്മുടെ ഈ കൊട്ടാരത്തിലെ കൊമ്പ്. 8 ദിക്കുമാറും ഉച്ചത്തിൽ കേൾക്കുവാൻ തക്കവണ്ണം അത്ര ഉച്ചത്തിൽ അങ്ങ് ഊതി പ്രജകളോട് അനുവാദം വാങ്ങണം. അതാണ് അടുത്ത ചടങ്ങ്. ഇതാ പിതാശ്രീ. ആരൂതും താങ്കൾ രാജാവ് ഊതണം. ഞാൻ പറഞ്ഞില്ലേ, ശ്വാസം പിടിച്ചുള്ള പരിപാടി പറ്റില്ല മഹാഗുരു. രാജാവെ, നടത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ പൊളിയും. മന്ത്രി, മരുടെ കല്യാണമാണ്. ഊത് രാജൻ. രാജൻ ഇതാ വിളംബരം നടത്തുന്നു. രാജൻ ഊത് രാജൻ. എന്താ രാജാവ്?
അതല്ലെന്നോ ഇതിന്ന് വന്ന ശബ്ദം ഇത്. ആ ഓക്കെ വിളംബരം ചെയ്യൂ. ഇത് പിടിച്ചേ. മന്ത്രികുമാര, ആ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോളെ, ആ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറ പിതാശ്രീ. രാജഗുരു, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇത് ഊതണം. ഊതാൻ പറ്റില്ല. ഊതണം. ഓ, പറ്റില്ല പറ്റില്ല പറ്റില്ല. എനിക്ക് ഈ പ്രജകളോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അറിയൂ, ഈ നിൽക്കുന്നത് എന്റെ മകളല്ല. എന്റെ ബക്കറ്റ് അവിടെ. ഗുരു, നാം എന്താണ് കേൾക്കുന്നത്? ഞാനും എന്താണ് കേൾക്കുന്നത്? ആ കമ്മിറ്റി പ്രതികൾ അവിടെ നിന്ന് പഴുതി എഴുന്നേക്കുന്നുണ്ട്. എന്ത് സംഭവിക്കാം? ഒരു കാര്യം ഞാൻ പറയട്ടെ, ചുള എന്നെ പിടിക്കാൻ ചിലപ്പോൾ മിക്കവാറും കിട്ടില്ല രാജഗുരു. എന്തെങ്കിലും ഒരു പരിഹാരം മാർഗം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാണ്? എന്തെങ്കിലും ഒരു പരിഹാരം പറയൂ. പ്രിയമുള്ള പ്രജകളെ, കമ്മിറ്റി പ്രജകളെ, ഞാൻ ഇനി ആ സത്യം മറച്ചു വെക്കുന്നില്ല. ഞാനത് പറയുകയാണ്. ഈ നിൽക്കുന്ന കുമാരി എന്റെ മകളാണ്. അച്ഛാ.